2 ലോക്സഭാ മണ്ഡലങ്ങൾ, ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും. ആകെ 20 ലക്ഷത്തോളം വോട്ടർമാർ. പക്ഷേ 2 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഏപ്രിൽ 19-നും രണ്ടാം ഘട്ടം ഏപ്രിൽ 26-നും. ആകെ 2977 പോളിംഗ് ബൂത്തുകൾ. ഇതിൽ 50% ബൂത്തുകളും പ്രശ്നബാധിത മേഖലയിൽ. 20 കമ്പനി അർദ്ധ സൈനിക സംഘത്തെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. 32 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇന്നർ മണിപ്പൂരിലുള്ളത്. ഔട്ടർ മണിപ്പൂരിൽ 2 ദിവസമായിട്ടാണ് വോട്ടെടുപ്പ്. 28 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം, കുക്കി ആധിപത്യമുള്ള ചുരാചന്ദ്പൂർ, കാങ്പോക്ചി, കാങ്ചിങ് എന്നിവിടങ്ങളിലും മുസ്ലിം ആധിപത്യമുള്ള വാബ്ഗായിയും ഉൾപ്പെടെ 15 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19-ന് പോളിംഗ്. ഏപ്രിൽ 26-ന് ബാക്കിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തും. മണിപ്പൂർ കലാപവും ബിരേൻ സിംഗ് സർക്കാരിനെതിരെ ഉയർന്ന വിമർശനവും പ്രധാനമന്ത്രിയുടെ മൗനവുമെല്ലാം BJPയെ കുറച്ചൊന്നുമല്ല പിടിച്ചുലച്ചത്. ഇത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്ന ആശങ്ക BJP ക്യാമ്പിൽ വേണ്ടുവോളമുണ്ട്. സ്വന്തം സംസ്ഥാനത്ത് നടന്ന അക്രമങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന മണിപ്പൂരിലെ BJP MPയും വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. കലാപം തുടങ്ങി 1 കൊല്ലത്തോടടുക്കുമ്പോൾ ശാശ്വതമായി സമാധാനം സ്ഥാപിക്കാൻ BJP സർക്കാരിന് കഴിയാത്തതും വലിയ ന്യൂനതയാണ്. കുക്കി മെയ്തേയ് ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം 2 പേർ കൊല്ലപ്പെട്ടത് മണിപ്പൂരിന്റെ കലാപചരിത്രം ഒടുങ്ങിയിട്ടില്ലെന്ന് വരച്ചുകാട്ടുന്നു. തവണ ഒപ്പം നിന്ന ഇന്നർ മണിപ്പൂരിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് ഇത്തവണ നോക്കിക്കാണുന്നത്. JNU പ്രൊഫസറായ ബിമോൾ അക്കോയ്ജമാണ്